എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ജയശ്രീ ജോൺ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നതാണ്. ഓരോ ശരിയുത്തരത്തിനും പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയുടെ അവസാനം ഇന്നത്തെ ക്വിസ് പ്രോഗ്രാമിൽ ആരാണ് വിജയിയായത് എന്ന് നോക്കുകൂടി ചെയ്യാം. കുറച്ച് പേര് കൂടി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. തിങ്കളാഴ്ച രാവിലെയൊക്കെ ആയിട്ട് എന്താണ് എല്ലാവരും പരിപാടി? ഓഫീസിൽ പോകേണ്ടവരൊക്കെ മടി പിടിച്ച് ഇരിക്കുന്നു. കുട്ടികൾക്കാർക്കും സ്കൂളില്ലാത്തത് കൊണ്ട് നേരത്തെ ഒന്നും എണീക്കണ്ട. അതുകൊണ്ട് എല്ലാവരും കുറച്ച് മടി പിടിച്ചിരിക്കുന്ന ദിവസമാണോ ഇന്ന്? ഊർജ്ജസ്വലരാകൂ. നല്ല നല്ല ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പവിത്ര ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേരും കൂടെ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെയാണ് ഇഷ്ടം? തമാശകളാണോ, ഡംഷറാൾസ് പോലെയൊക്കെയുള്ള കളികളാണോ, അതോ സീരിയസ് ആയിട്ടുള്ള GK പോലെയുള്ള ചോദ്യങ്ങളാണോ? എന്താണ് ഇഷ്ടം? നിങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു ക്വിസ് മാസ്റ്റർ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക. നിങ്ങൾക്കും ഇങ്ങനെയൊരു ക്വിസ് അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ തരുന്നതാണ്. എനിക്കോ അല്ലെങ്കിൽ പവിത്ര ഉണ്ണി ഇപ്പോൾ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം. കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ടുള്ളവർക്ക് നോ രക്ഷ എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നുണ്ട്. തിങ്കളാഴ്ച ആയാലും അവധിക്കാലമായാലും ഒന്നും ഒരു രക്ഷയില്ലെന്നാണ് ശ്രീദേവി പറയുന്നത്. പവിത്ര ഉണ്ണി ഇന്ന് കണക്കാണോ എന്ന് ചോദിക്കുന്നു. എല്ലാം കണക്കാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ക്വിസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ ഒരു 10-12 ചോദ്യമുണ്ട്. നിങ്ങളൊക്കെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു സെക്കൻഡ്, ഞാനിവിടെ ഫേസ്ബുക്കിൽ കമൻറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ചോട്ടെ. നിങ്ങളുടെ കമൻറ്റുകൾ ഒരിടത്തു നിന്നും മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും ഇത് കഴിയുമ്പോൾ പറയാറുണ്ട് പല കമൻറ്റുകളും വായിച്ചില്ലെന്ന്. ഞങ്ങൾ മനഃപൂർവ്വം വായിക്കാത്തതല്ല കേട്ടോ, കാണാൻ സാധിക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഞാനിവിടെ 2 ഇത് മൊബൈലിൽ ലൈവ് ചെയ്യുന്ന മൊബൈലിലും തുറന്നു വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പിലും തുറന്നു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ കമൻറ്റ് പോലും മിസ്സായി പോകരുത് എന്നാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പം ഞാൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളുക. ചെക്കോസ്ലോവാക്യയിലെ ധനകാര്യ മന്ത്രി ആരാണ് എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഉത്തരങ്ങൾ പെട്ടെന്ന് പറയുക. ഗൂഗിൾ ചെയ്യാൻ പോയവരൊക്കെ വേഗം തിരിച്ചു വരിക. എൻ്റെ ചോദ്യം അതല്ല. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള GK ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു ദിവസം പവിത്ര വരും. ഞാൻ ഇന്ന് രസകരമായ ഒരു സുനന്ദ മഹേഷ് ഞാൻ പോണു എന്ന് പറയുന്നു. പോവരുത്, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. അത് ഞാൻ വെറുതെ ചോദിച്ചതാണ്. നിങ്ങളിൽ എത്ര പേര് ഗൂഗിൾ ചെയ്യാൻ ഓടും എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഇതൊന്നും അല്ല ഇന്നത്തെ ചോദ്യം. എന്നെ കണ്ടപ്പോഴേ നിങ്ങൾ തീരുമാനിച്ചു കാണും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന്. കാരണം ഇത്രയും എന്താ പറയണ്ടേ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് സിനിമയ്ക്കകത്തു നിന്നും പൊക്കിക്കൊണ്ട് വരാൻ ഞാനേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. എന്നെ ഞാൻ തന്നെ തള്ളണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ചോദിക്കുന്നു. GK ഒക്കെ പവിത്രയോ സുനന്ദ മഹേഷ്, സിൽവി മൈക്കിൾ, ഷിജു, KP അവരൊക്കെ ചോദിച്ചോളും. അവർക്ക് ചോദിച്ച് മടുത്ത് കഴിയുമ്പോൾ ഞാൻ GK ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. മലയാള സിനിമ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അല്ലാതെ ചെക്കോസ്ലോവാക്യയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഗൂഗിൾ ചെയ്യാതെ അതിൻ്റെ സ്പെല്ലിംഗ് അറിയണ്ടേ എന്ന് വിമിത ചോദിക്കുന്നു. വിമിതയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെക്കോസ്ലോവാക്യയെ പറ്റി ചോദിക്കുന്നില്ല. പകരം മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും ചോദിക്കാം. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഞാനൊരു
നിങ്ങൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ തൊട്ടു മുമ്പിലൊക്കെ പ്രസിദ്ധമായ ഡയലോഗുകൾ കേട്ടിട്ടുണ്ടാവും. ആ ഡയലോഗ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അയ്യോ ഇത് ഈ പാട്ടിലെയാണ് അല്ലെങ്കിൽ ഈ പാട്ടാണ് ഇനി വരുന്നത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഞാൻ ഡയലോഗ് വായിക്കും, നിങ്ങൾ ഏത് പാട്ടിലേതാണ് എന്ന് പറയണം. അപ്പോൾ ആദ്യം ഉത്തരം പറയുന്നവർക്കായിരിക്കും ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. പവിത്ര ഒന്ന് നോക്കിക്കണേ, ഞാൻ കൊടുക്കുന്ന ആളല്ല വിജയി എന്ന്, അല്ല ശരിയായ ഉത്തരം ആദ്യമായിട്ട് പറഞ്ഞ ആള് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണം. പിന്നെ എനിക്ക് മിമിക്രി മോണാക്ട് ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സൗണ്ടിൽ തന്നെയാണ് വായിക്കാൻ പോകുന്നത്. മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഉണ്ട്. അതിപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ മെയിൽ വോയിസിലുള്ള ഡയലോഗ് വായിക്കുമ്പം എൻ്റെ ഈ കൈ, അതായത് വലത്ത് കൈയും, ഫീമെയിൽ വോയിസ് വരുമ്പം ഇടത്ത് കൈയും, സ്ത്രീ വാമഭാഗമാണെന്നാണല്ലോ, ഇടത്ത് കൈയും പൊക്കി കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മെയിൽ ഫീമെയിൽ അങ്ങനെ മാറി മാറി ഡയലോഗ് ഉള്ളപ്പം. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് ഞാൻ വായിക്കാൻ പോവാണ്. മെയിൽ വോയിസിലുള്ള ഡയലോഗാണ്. ഇത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പകരം ഞാൻ വായിക്കുന്ന സെന്റൻസ് നിങ്ങളൊന്ന് ശരിക്കും കേട്ടാൽ മതി, ഡയലോഗ് ശരിക്കും കേട്ടാൽ മതി. അതിൽ കഥാപാത്രങ്ങളുടെ പേര് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സന്ദർഭം ഉണ്ടായിരിക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. വളരെ ഈസി, വളരെ വളരെ ഈസി ചോദ്യങ്ങളാണ്, രസകരമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നു. അതായത് മെയിൽ വോയിസ് ആണ് ആദ്യമേ. ഇതാണ് ഡയലോഗ്. കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. ഏത് പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഡയലോഗാണ് ഇത്? പാട്ടാണ് പറയേണ്ടത്. ഫർസാന ചോദിക്കുന്നത് പാട്ടാണെന്ന്. പാട്ടാണ് പറയേണ്ടത്. ഒരു പാട്ടിൻ്റെ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ഡയലോഗാണിത്. സിനിമ പറയുന്നുണ്ട് പലരും. സിനിമ പറഞ്ഞാൽ പോയിന്റ് കിട്ടില്ല, ഏത് പാട്ടാണെന്ന് പറയണം. പാട്ട് പറയുന്നു. ഫർസാന നൗഫൽ പറഞ്ഞിട്ടുണ്ട്. ആശ, മനു, സുനന്ദ മഹേഷ് എന്നിവർ ചെമ്മീൻ എന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബബിത അഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. തൊയ്ബ് ഞാൻ ലേറ്റ് ആയില്ലല്ലോ എന്ന്. ഇല്ല, ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആശ, മനു, രേഷ്മ, ലച്ചൂസ്, പവിത്ര ഉണ്ണി എനിക്കത്ര പ്രായമില്ല എന്ന് പറയുന്നു. പ്രായമില്ലെങ്കിലും പഴയ സിനിമ പോയി കാണാമല്ലോ. സിന്ധു ഭാരതി, ലില്ലി അശോക്, ജീസ് കൈതാരം, പോയിന്റ് വേണ്ട, ചെമ്മീൻ കറി മതിയെന്ന്. അത് വീട്ടിലുണ്ടാക്കി കഴിക്കേണ്ടി വരും. ദിവ്യ ശ്രീകുമാർ, എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് പലരും വഴക്കുണ്ടാക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീനിൽ ഫർസാനയാണ് ആദ്യം, അതുകൊണ്ട് ഞാൻ ഫർസാനയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ പവിത്ര. ഇതൊരു ക്രൂരതയായി പോയി എന്ന് ലേഖ ജസ്റ്റും പറയുന്നു. അല്ല, ഇത് ക്രൂരതയല്ല, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഉത്തരം ഇതാണ്. മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ. വയലാറിന്റെ ഈണത്തിൽ വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം നൽകി. മന്നാടെ പാട്ടാണ്. മന്നാടെ, എൻ്റെ ഓർമ്മയിൽ മന്നാടെ മലയാളത്തിൽ വേറെ ഒരു പാട്ടും പാടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒറ്റ പാട്ടേ ഈ അനശ്വര ഗായകൻ പാടിയിട്ടുള്ളൂ. സുപ്രസിദ്ധമായ പാട്ടാണ്, ഇന്നത്തെ തലമുറയ്ക്ക് വരെ അറിയാവുന്ന പാട്ടാണ്. രേഷ്മ, ലച്ചൂസ് ഒക്കെ പറയുന്നുണ്ട്. ഫർസാന നൗഫൽ പറയുന്നു ഫർസാനയാണ് ആദ്യം എന്ന്. ഞാൻ ഫർസാനയ്ക്കാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഫർസാന തന്നെ എന്ന് പവിത്രയും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു. പവിത്ര പറഞ്ഞു എനിക്ക് ഇത്രയും പ്രായമില്ല എന്ന് പറഞ്ഞു പവിത്ര. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ഇറങ്ങിയ ഒരു സിനിമ, 10 തോന്നുന്നു, 10-15 വർഷത്തിനകത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ ഡയലോഗ് പറയാം. പാട്ട് പെട്ടെന്ന് പറയണം. പാട്ടിൻ്റെ ആദ്യത്തെ പല്ലവി കഴിഞ്ഞിട്ടാണ് ഈ ഡയലോഗ് വരുന്നത്. 5ാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിച്ചിരുന്ന മഞ്ജുള ശശിധരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു മഴവില്ലിൻ്റെ തുണ്ടൊടിഞ്ഞതുപോലെയാണ്. ഇതാണ് ചോദ്യം. മെയിൽ വോയിസ് ആണ്. ഉത്തരങ്ങൾ പോരട്ടെ. വളരെ ഈസിയായ ചോദ്യമാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ ചോദ്യമാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയാണ്. നിങ്ങളുടെയൊക്കെ കമൻറ്റ് വായിച്ച് എൻ്റെ ബോധം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കൽ കൂടി വായിക്കണോ? ഇതാണ് ചോദ്യം. 5ാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിച്ചിരുന്ന മഞ്ജുള ശശിധരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു മഴവില്ലിൻ്റെ തുണ്ടൊടിഞ്ഞ പോലെയാണ്. ഫർസാന പറയുന്നു. പലരും സിനിമയുടെ പേര് പറയുന്നുണ്ട്. ആശ, മനു പറയുന്നു. ബബിത അഡിറ്റ്, ജീസ് കൈതാരം ഒക്കെ സിനിമയുടെ പേര് പറയുന്നുണ്ട്. പാട്ട് ഏതാണെന്ന് പറയൂ, അതാണ് ചോദ്യം.
ആർഷ മനു പറഞ്ഞിട്ടുണ്ട്, ഫർസാന പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏത് സിനിമ എന്ന് ത്വയ്ബ് ചോദിക്കുന്നു. അത് കഷ്ടമാണ്, ഇത് അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയാണ്, ഇതൊക്കെ അറിയേണ്ടതാണ്. റംസീന ഈശ്വരനെ വിളിക്കുന്നു. പവിത്ര ഉണ്ണി പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ദിവ്യ ശ്രീകുമാർ, ബബിതാടി നിവിൻ പോളിയാണെന്ന് പറയുന്നു, ശരിയാണ്. സഹ്ല പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ആർഷ മനു, ആർഷയാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ജീസ് കൈതാരം, ബബിത, രേഷ്മ, ലച്ചൂസ് ഒക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആർഷ മനു ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഒരു പോയിന്റ് ഞാൻ ആർഷ മനു കൊടുക്കുന്നു. ഇത് 1983 എന്ന സിനിമയിലെ പാട്ടാണ്. കുറെ പേര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാട്ട് ഇതാണ്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മെഴുപീലി മെല്ലെ തഴുകി. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ജയചന്ദ്രനും വാണി ജയറാമും കൂടി ഒരുമിച്ച് പാടിയ പാട്ടാണ്. ഗോപി സുന്ദറിന്റെ ഈണമാണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? ഹരിനാരായണന്റെ രചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ ഈസിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലേ? ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഇങ്ങനെയൊരു പാട്ടുണ്ടോ എന്ന് രേഷ്മ ചോദിക്കുന്നു. ബബിത എഡിറ്റ് എന്തോ ടൈപ്പ് ചെയ്തതിൻ്റെ ആവേശത്തെ ടൈപ്പ് ചെയ്തതുകൊണ്ടാണ്. രാമനാഥന് പാട്ടും വശമുണ്ടോ എന്ന് അജിത് വള്ളൂർ ചോദിക്കുന്നു. എന്നോടാണോ? ഉണ്ട്, എനിക്ക് ചെറുതായിട്ട് വശമുണ്ട്. പക്ഷെ ഇന്ന് പാട്ടല്ല, ഡയലോഗാണ് താരം. അച്ചു ബിബിൻ ഓലങ്ങാലി കുരുവി പറയുന്നു, പക്ഷെ അവ താമസിച്ചു പോയി. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഫീമെയിൽ വോയിസ് ആണ് ഈ ഡയലോഗ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് നിങ്ങൾക്കുള്ള ക്ലൂ. നിങ്ങൾക്ക് ഈ ഡയലോഗ് ഓർമ്മയില്ലെങ്കിൽ പോലും ആ ഡയലോഗിൻ്റെ വാക്കുകളും ഒക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ പെട്ടെന്ന് പിടികിട്ടും. ഒരു പാട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ഡയലോഗാണ്, ഫീമെയിൽ വോയിസിൽ പറയുന്ന ഡയലോഗ്. അപ്പം ഞാൻ വായിക്കാം. ഭാസ്കരേട്ടൻ്റെ ഒരുപാട് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഈ കുഞ്ഞിൻ്റെ കണ്ണിലെ ഇന്നസെൻസ് ഇല്ലേ, ഇപ്പോഴും ആ ഇന്നസെൻസ് അവിടെ നിന്ന് മാഞ്ഞിട്ടില്ല. ഏത് പാട്ടാണ് എന്ന് പറയുക. ഇതിനുത്തരം ആര് പറയും എന്ന് നോക്കട്ടെ. ആർക്കും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ക്ലൂ പറയുന്നതാണ്, പക്ഷെ ക്ലൂ ഇപ്പം പറയില്ല. ആരെങ്കിലും പറയുമോ എന്ന് നോക്കട്ടെ. ഞാൻ ഡയലോഗ് ഒരിക്കൽ കൂടി വായിക്കാം. ഭാസ്കരേട്ടൻ്റെ ഒരുപാട് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഈ കുഞ്ഞിൻ്റെ കണ്ണിലെ ഇന്നസെൻസ് ഇല്ലേ, ഇപ്പോഴും ആ ഇന്നസെൻസ് അവിടെ നിന്ന് മാഞ്ഞിട്ടില്ല. പവിത്ര പാട്ടിൻ്റെ ആദ്യ വരി പറയണം. കുഞ്ഞിരാമായണമാണ് എന്ന് അജിത് വള്ളോലി പറയുന്നു. അല്ല, ഇത് കുറച്ചുകൂടെ പഴയ സിനിമയാണ്. ഞാൻ ആരുടെയും കമൻറ്റ് വിട്ടുപോയിട്ടില്ലല്ലോ. ഇതൊക്കെ എന്തോന്ന് ഡയലോഗ് എന്ന് റംസീന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഒരു കാലത്തെ അടിപൊളി ഡയലോഗുകളായിരുന്നു. ഫർസാന നൗഫൽ ക്ലൂ വേണമെന്ന് പറയുന്നു. ക്ലൂ ദാ പവിത്ര അവിടെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും നോക്കിക്കോളുക. മഹേഷ് ശിവരാമപിള്ള ക്ലൂ തന്നിട്ടുണ്ട്. മൂന്നാം പക്കം ആണോ എന്ന് ചോദിക്കുന്നു. അതെ. ഇനി എത്രയും പെട്ടെന്ന് പാട്ട് ആരാദ്യം പറയുന്നു അവർക്ക് ഞാൻ പോയിന്റ് കൊടുക്കും. സിനിമ പറയുന്നവർക്കല്ല, പാട്ട് പറയുന്നവർക്കാണ് പോയിന്റ് കൊടുക്കുക. തട്ടാൻ ഭാസ്കരനാണോ എന്ന് ആർഷ മനു ചോദിക്കുന്നു. തട്ടാൻ ഭാസ്കരനല്ല, മറ്റൊരു ഭാസ്കരനാണ്. ഭാസി എന്നാണ് അതിൻ്റെ സിനിമയിൽ വിളിക്കുന്നത്. ശ്രീദേവി നമ്പ്യാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ആരാണെന്ന് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. കുറേയധികം കമൻറ്റുകൾ വരുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ശ്രീദേവി നമ്പ്യാറാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പവിത്ര ഒന്ന് കൺഫേം ചെയ്യണേ. തട്ടാൻ ഭാസ്കരനാണോ എന്ന് ചോദിച്ച ആർഷ മനുവിന് ഒരു പോയിന്റ് കൊടുക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷെ അതല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. എത്ര പെട്ടെന്ന് ഭാസ്കരനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ജീസ് കൈതാരം താമരക്കിളിയാണെന്ന് പറയുന്നു. ദിവ്യ ശ്രീകുമാർ, അജിത് രാജ്, അച്ചു വിപിൻ, ജയൻ, കുശലകുമാരി, ജലജ നാരായണൻ എല്ലാവരും പറയുന്നുണ്ട്. മഹേഷ് ശിവരാമപിള്ള കരയുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സിനിമയുടെ പേരല്ല, പാട്ടാണ് പറയേണ്ടത് എന്ന്. മുത്തശ്ശൻ്റെ പാച്ചു എന്ന് പവിത്ര പറയുന്നു. ശ്രീദേവിക്കാണ് പോയിന്റ്.
അപ്പോൾ ഇപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോന്നിനും ഓരോരുത്തരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കഠിനമായ മത്സരമാണെന്ന് തോന്നുന്നു. ഫർസാനയ്ക്ക് 1 പോയിന്റ്, ആർഷ മനുവിന് 1 പോയിന്റ്, ശ്രീദേവിക്ക് 1 പോയിന്റ്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. റംസീന ഞാൻ ഈ കളിക്കില്ല പോകുന്നു എന്നൊക്കെ പറയുന്നു, പലരും പോകുന്നു വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം വളരെ ഈസിയാണ്, വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. ഞാൻ ആദ്യത്തെ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഇത് ഏത് പാട്ടാണെന്നുള്ളത്. അപ്പോൾ 4ാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഇത് പറയുന്നത് മെയിൽ വോയിസ് ആണ് പറയുന്നത്. ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് ഉടനെ തന്നെ പാട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഡയലോഗ് ഇതാണ്. ഗുപ്തന്റെ കവിത എന്ന് വെച്ചാൽ അതൊരു കവിത തന്നെയാണ്. ഈ കവിത ഒരുപക്ഷെ മീര കണ്ടു കാണില്ല. ഞാനിത് വായിച്ചു വായിച്ചു മനഃപ്പാടമാക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊന്ന് വായിക്കാം, കേട്ടിട്ടുണ്ടോ എന്ന് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസിയായ ചോദ്യമാണ്. എത്ര പേരാണ് ഉത്തരം പറയുന്നത് നോക്കൂ. ഫർസാന പറയുന്നു, അച്ചു വിപിൻ പറയുന്നു, സഹല പറയുന്നു, അജിത് രാജ്, അജിത് വള്ളോളി സമയമിതപൂർവ്വ സായാഹ്നമാണെന്ന് പറയുന്നു, ആശാ റോസ് പൊന്നാമ്പൽ പുഴയരുമ്പഴാന്ന് പറയുന്നു, ബബിത അഡേറ്റ്, പവിത്ര എനിക്ക് അറിയുകയില്ലെന്ന് പറയുന്നു. അതെ അതെ. ജീസ് കൈതാരം സമയമിതപൂർവ്വ സായാഹ്നമാണെന്ന് പറയുന്നു, ജലജ നാരായണൻ പൊന്നാമ്പലാണെന്ന് പറയുന്നു, ജയൻ കുശലകുമാരി, രഞ്ജിത്ത് മാത്യൂസ് ഒക്കെ പൊന്നാമ്പലാണെന്ന് പറയുന്നു. പൊന്നാമ്പൽ എന്ന പാട്ടാണ്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. സമയമിതപൂർവ്വ സായാഹ്നം ആ സിനിമയുടെ അവസാനം പാടുന്ന പാട്ടല്ലേ ഇത്. മോഹൻലാലിനെ ബേബി ശാമലിയുടെ കൂടെ എങ്ങാണ്ടോ പറഞ്ഞു വിട്ടിട്ട് ജൂഹി ചൗളയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മമ്മൂട്ടി പറഞ്ഞിട്ട് പറയുന്ന ഡയലോഗാണ്. അതിനുശേഷം പാടുന്ന പാട്ടും. ശ്രീദേവി നമ്പ്യാർ പൊന്നാമ്പല എന്ന് പറയുന്നു. ജീസ് കൈതാരം കരയുന്നു. കരയണ്ട, 4 ചോദ്യമായിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ചോദ്യങ്ങൾ. 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇതും വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡയലോഗാണ്. പ്രസിദ്ധമായ ഒരു സിനിമയിലെ പാട്ടാണ്. ഈ സിനിമയിലെ വളരെയധികം സുപ്രസിദ്ധമായ പാട്ടുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സുപ്രസിദ്ധമല്ലാത്ത പ്രസിദ്ധമായ ഒരു പാട്ടാണിത്. ആ പാട്ടിൻ്റെ ആദ്യത്തെ 2 ലൈൻ കഴിയുമ്പോൾ മെയിൽ വോയിസ് പറയുന്ന ഡയലോഗാണിത്. ഞാൻ ഡയലോഗ് പറയാൻ പോവുകയാണേ. ഫർസാനയ്ക്ക് ഞാൻ പോയിന്റ് കൊടുത്തു. ഫർസാനയ്ക്ക് ഇപ്പോൾ 2 പോയിന്റ്, ആർഷയ്ക്ക് 1 പോയിന്റ്, ശ്രീദേവിക്ക് 1 പോയിന്റ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റ് നില. ചോദ്യം കേൾക്കും മുന്നേ ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലോ, റേഞ്ച് ഇഷ്യൂ ആണല്ലോ. ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തുറക്കാമോ, അപ്പോൾ ശരിയാകും. അപ്പോൾ 5ാമത്തെ ചോദ്യം ഡയലോഗ് ഇതാണ്. കുട്ടി നിർത്തി നിർത്തി പാടൂ, എന്നാലല്ലേ ഭാവം വരൂ. വളരെ എളുപ്പമല്ലേ? പെട്ടെന്ന് പോരട്ടെ ഉത്തരം. ആദ്യം ആര് പറയുമെന്ന് നോക്കട്ടെ. അച്ചു വിപിൻ ടൈപ്പോ ഉണ്ടെങ്കിലും എഴുതിയിട്ടുണ്ട്. അജിത് വള്ളോലി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ശിവരാമപിള്ള സംഗീതമയാണെന്ന് പറയുന്നു. അല്ല. ആശാ റോസിന്റെ ഉത്തരം ആന്തോളനം. സഹല പറയുന്നു പൊന്നാമ്പൽ പഴയ ചോദ്യത്തിന്റെയാണ്. ദിവ്യ ശ്രീകുമാർ ആന്തോളനം. ജയൻ കുശലകുമാരി, റംസീന നസർ, മഹേഷ് ശിവരാമപിള്ള എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞത് അച്ചു വിപിനാണ്. അച്ചുവിന് ഞാനൊരു പോയിന്റ് കൊടുക്കുകയാണ്. എല്ലാവരും സൂക്ഷിച്ചോളൂ. അച്ചു പോയിന്റ് നേടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഓടി വന്നൊരു കയറ്റമാകാൻ സാധ്യതയുണ്ട്. ജലജ നാരായണൻ, രഞ്ജിത്ത് മാത്യൂസ്, ശ്രീജ അജിത്ത് എല്ലാവരും പറയുന്നുണ്ട്. എന്നെ പോലെയുള്ള യുവാക്കളെ കൂടി പരിഗണിക്കണമെന്ന് ത്വയ് പറയുന്നു. യുവാക്കളെ പരിഗണിച്ച് 2 ചോദ്യം ഞാൻ നേരത്തെ മുന്നേ ചോദിച്ചിരുന്നു. പിന്നെ യുവാക്കൾ പഴയ കാലത്തെ പാട്ടുകളൊക്കെ കേൾക്കണമെന്നേ, അതൊക്കെ നല്ല പാട്ടുകളല്ലേ. അച്ചു ഫസ്റ്റ് ആണ്. അപ്പോൾ അച്ചുവിന് 1 പോയിന്റ് കൊടുത്തു. അപ്പോൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഫർസാനയാണ് ലീഡ് ചെയ്യുന്നത്, 2 പോയിന്റ്. ആർഷ, ശ്രീദേവി, അച്ചു വിപിൻ എന്നിവർ ഓരോ പോയിന്റുമായി പിന്നിലുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതൊരു ഡയലോഗ് ആണും പെണ്ണും മാറ്റി മാറ്റി പറയുന്നതാണ്. അപ്പം ഞാൻ ആണ് പറയുമ്പോൾ എൻ്റെ വലത്ത് കൈയും പെണ്ണിൻ്റെ സൗണ്ട് വരുമ്പോൾ ഇടത്ത് കൈയും പൊക്കി കാണിക്കുവേ. അപ്പം മാറി മാറി പറയുവേ. അല്ലാതെ എപ്പോഴും മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നതിനേക്കാളും ഈസി ആണല്ലോ അതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഫീമെയിൽ വോയിസിലാണ് തുടങ്ങുന്നത്. എന്നാൽ എൻ്റെ പൊന്നുമോൻ വലി നിർത്തിക്കോ. ഇനി മുതൽ പൊന്നുമോൻ വലി നിർത്തിക്കോന്ന്. എന്നു മുതൽ? ദേ ഇപ്പം മുതൽ. ഓക്കെ, സമ്മതിച്ചു. ശരിക്കും? ആന്നേ. എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാൽ
ഞാൻ എങ്ങാനും വാക്ക് തെറ്റിച്ചാ നീ എൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ. ഞാൻ ശരിക്കും പൊട്ടിക്കും. ആന്നേ. അപ്പോൾ ഏത് പാട്ടാന്ന് പറയുക. ചറപറ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അതാണ് പെട്ടെന്ന് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് പറഞ്ഞവരുടെയൊക്കെ ഞാൻ വായിക്കാം. അജിത് രാജ് പറഞ്ഞിട്ടുണ്ട്. അജിത്താണ് ആദ്യമായിട്ട് എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. ജയൻ കുശലകുമാരി തീവണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷെ പാട്ടായിരുന്നു പറയേണ്ടത്. ആശ റോസ്, ഷൈജു, ജീവാംശം, മഹേഷ് ശിവരാമപിള്ള പിന്നെയും തീവണ്ടിയാന്ന് പറയുന്നു. സിനിമയുടെ പേര് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷേ പാട്ടാണ് പറയേണ്ടത്. ജയൻ കുശലകുമാരി, അച്ചു വിപിൻ, ദിവ്യ ശ്രീകുമാർ ഇവരെല്ലാം ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് വള്ളോലി പിന്നീട് ജീവാംശമായി തന്നെ എന്ന് പറയുന്നു. സഹ്ല, ജീസ് കൈതാരം, ആശ, മനു, നിരവധി പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തൊയ്ബ് കൗണ്ടർ അടിക്കുന്നുണ്ട്. ആരാണ് ജീവശവമായതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീജ, അജിത്ത്, പവിത്ര ഉണ്ണി, അജിത് രാജാണ് ഫസ്റ്റ് എന്ന് പവിത്ര പറഞ്ഞു. അജിത്തിന് ഞാൻ കൊടുത്തു. ആഷ ഷൈജു ഞാനല്ലേ ഫസ്റ്റ് എന്ന് ചോദിക്കുന്നു. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കിയാൽ കാണാം അജിത്താണ് ഫസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം നമ്മുടെ പുറകിലുള്ള വീഡിയോ പോസ് ആവും, ഈ ലൈവ് പോസായിട്ട് നിൽക്കും. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന കമൻറ്റാണ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഹരിനാരായണൻ്റെ രചനയിൽ ഉള്ള ഒരു മനോഹരമായ പാട്ടാണ്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈരൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ശ്രേയ ഘോഷാളും ഹരിശങ്കറും കൂടെ പാടിയ പാട്ടാണ്. അപ്പോൾ അടുത്ത ചോദ്യം പെട്ടെന്ന് കേട്ടോളുക. 7ാമത്തെ ചോദ്യം ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിന് ഉത്തരം ഇന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്? 18 പേര് ലൈവ് കാണുന്നുണ്ട്. ഇപ്പം 18 ഉത്തരങ്ങൾ ചടചടാന്ന് ഇപ്പം വന്നോണം. അത്രയ്ക്ക് എളുപ്പമുള്ള ഫേമസ് ഡയലോഗാണ് ചോദിക്കാൻ പോകുന്നത്. ഇതും മെയിൽ ഫീമെയിൽ മാറി മാറിയാണ്. മെയിലാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ കൈവെക്കുന്നതനുസരിച്ച് മനസ്സിലാക്കിക്കോണേ. അപ്പോൾ ഇതിൻ്റെ പല്ലവി അനുപല്ലവി കഴിഞ്ഞിട്ട് ചരണത്തിന് മുമ്പായിട്ട് വരുന്ന ഡയലോഗാണ് ഇത്. അപ്പോൾ ഡയലോഗ് ഇങ്ങനെയാണ്, മെയിൽ വോയിസ്. ഒരാൾക്കും ഒരു ജയിലർക്കും നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യ. ഇനി എനിക്ക് ബാക്കി പറയരുത്. വേഗം ഉത്തരങ്ങൾ വരട്ടെ. ഇത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടും ഡയലോഗും അറിയില്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. അത്രയ്ക്ക് ഫേമസ് ആയ പാട്ടാണ്. മഹേഷ് ശിവരാമപിള്ള തെറ്റ് ആവർത്തിക്കുകയാണ്. സിനിമയുടെ പേര് പറയുന്നു. പാട്ട് പറയൂ. അച്ചു വിപിൻ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ശിവരാമപിള്ള അത് കഴിഞ്ഞ് പാട്ട് പറഞ്ഞിട്ടുണ്ട്. അജിത് വള്ളോലി, ജീസ് കൈതാരം, അജിത് രാജ്, സഹ്ല, ആഷ, മനു എല്ലാവരും കറക്റ്റ് ഉത്തരം പറയുന്നു. എനിക്ക് പോയിന്റ് വേണ്ട എന്ന് പറയുന്നു. ജയൻ കുശലകുമാരി നിങ്ങൾ എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ശരിയായ ഉത്തരമാണ്. ശ്രീജാജിത്ത് പറയുന്നുണ്ട്. പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇല്ലയെന്ന് മഹേഷ് പറയുന്നുണ്ട്. വരുന്നില്ലെങ്കിൽ സിനിമയുടെ പേര് പറയരുതെന്നേ. പറയുമ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പാട്ട് മനസ്സിലാവത്തില്ലേ? നമുക്ക് പോയിന്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്രയൊക്കെ ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കണോ? വേണ്ട അല്ലേ? അപ്പോൾ മഹേഷ് ഞാൻ പറയുന്ന പാട്ടിൻ്റെ ക്ലൂ പറയുന്ന ആളായിട്ട് മഹേഷിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. കാരണം ഉടനെ തന്നെ സിനിമയുടെ പേര് പറഞ്ഞു കൊടുക്കും. പോയിന്റ് കൊടുക്കുമോ എന്ന് പവിത്രയോട് ജീസ് കൈതാരൻ ചോദിക്കുന്നുണ്ട്. അച്ചു ഫസ്റ്റാണ്. അച്ചുവിന് ഞാൻ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാട്ടിതാണ്. MD ഹരിഹരൻ ടീമിൻ്റെ സിനിമയാണ് പഞ്ചാഗ്നി. ഒരു കാലത്തെ പ്രസിദ്ധമായ സിനിമ, ഇന്നും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ONVയുടെ വരികൾക്ക് ബോംബെ രവിയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ പാട്ട്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. പ്രേമിക്കുന്നവരും പ്രേമിച്ചവരും ഒന്നും ഒരിക്കലും മറക്കരുതാത്ത പാട്ടാണത്.
അപ്പോൾ 7 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ സമയം സമയമുണ്ട്. ഇതൊരു സുപ്രസിദ്ധ ഡയലോഗാണ്. ഇതിന് നിങ്ങൾ ക്ലൂ ചോദിച്ചാലും ഞാൻ ക്ലൂ തരികയുമില്ല. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ വാക്ക് പറയുമ്പോൾ തന്നെ അവിടെ ഉത്തരം വീണിരിക്കണം. അപ്പോൾ ഡയലോഗ് ഇതാണ്. മെയിൽ വോയിസ് ആണ് ഈ ഡയലോഗ് പറയുന്നത്. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. ഇതറിയത്തില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ആരാദ്യം പറയും, ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് നോക്കട്ടെ. ഇത്രയും ഫേമസ് ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് ആരും പറയുന്നില്ലേ? അജിത് വള്ളോലി പറഞ്ഞിട്ടുണ്ട്. അത് മുകളിലോട്ട് ചാടിപ്പോയതുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അജിത് വള്ളോലി പറഞ്ഞിട്ടുണ്ട്. അനിൽ കൃഷ്ണ എന്തോ കൗണ്ടർ പറയുന്നുണ്ട്. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. മഹേഷ്, ജയൻ, രഞ്ജിത്ത് മാത്യൂസ്, ആർഷ. അജിത് വള്ളോലിയാണ് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത്. അജിത് വള്ളോലി 1 പോയിന്റ്. ഞാൻ ആദ്യം എന്ന് ജീസ് പറയുന്നുണ്ട്. പവിത്ര ഒന്ന് കൺഫേം ചെയ്യാമോ? എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് അജിത്തിനെയാണ് കാണുന്നത്. എൻ്റെ സ്ക്രീനിൽ ആദ്യം അജിത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയാണ് ജീസിനെ കാണുന്നത്. അനിൽ കൃഷ്ണ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നു. ശരിയാണ്, പക്ഷെ പാട്ടാണ് പറയേണ്ടിയിരുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ പാട്ടാണ്. നമ്മളുടെ ചോദ്യം ഏത് പാട്ടാണെന്നാണ്. അപ്പോൾ എല്ലാവരും പാട്ട് പറയുക. ഞാനല്ലേ എന്ന് അജിത് രാജ് ചോദിക്കുന്നു. സിനിമ പേരല്ല, പാട്ട്. അജിത് രാജാണ് എന്നാണോ പവിത്ര പറയുന്നത്? അജിത് രാജിന്റെ ഉത്തരം എനിക്കിവിടെ കാണുന്നില്ലല്ലോ. അജിത് രാജ് പവിഴമല്ലി പറഞ്ഞിരിക്കുന്നതിന് മുകളിലായിട്ടാണ് എനിക്ക് ജീസ് കൈതാരത്തിന്റെയും അജിത് വള്ളോലിയുടെയും പവിഴമല്ലി കാണിക്കുന്നത്. ആർക്കും പവിത്ര ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യാമോ? ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാനില്ല ഈ കളിക്ക്, നെറ്റ് ഇഷ്യൂ ആണെന്ന് ആഷ റോസ് ഷൈജു പറയുന്നു. അയ്യോ കഷ്ടം ആയിപ്പോയി. അജിത് വള്ളോലിയാണെന്ന് പവിത്ര കൺഫേം ചെയ്തിട്ടുണ്ട്. അച്ചു വിപിനും അജിത് വള്ളോലിക്ക് സപ്പോർട്ടേഴ്സ് ഇവിടെ ഇഷ്ടം പോലെയാണല്ലോ. ഫർസാന, ജയൻ, പവിത്ര എല്ലാവരും പറഞ്ഞിരിക്കുന്നു അജിത്താന്ന്. സമ്മതിച്ചു. അജിത് വള്ളോലിക്കാണ്. വള്ളോലിക്ക് ഞാൻ 1 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാട്ട്, ആ കലാകാരൻ പാടിയ പാട്ട് ഇതാണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൊങ്കിനാവിന്റെ ഹരിയും ഭൂമി സുന്ദരം. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളുക. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇത് മെയിൽ വോയിസ് ആണ്. ഒരു പാട്ടിന്റെ ചരണത്തിന് തൊട്ട് മുൻപ്, ചരണവും കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ചരണവും കഴിഞ്ഞിട്ട് പല്ലവി ഒരിക്കൽ കൂടെ പാടുന്നതിന് തൊട്ട് മുൻപായിട്ട് പറയുന്ന ഡയലോഗാണ് ഇത്. ഡയലോഗ് ഇതാണ്, കേട്ടോളൂ. ഇമ്മാതിരി കോമാളി വേഷവും കെട്ടിക്കൊണ്ട് മേലാൽ ഇതിനകത്ത് കടക്കരുത്. ക്ലൂ തരാതെ ആരൊക്കെ പറയും എന്ന് നോക്കട്ടെ. ഇമ്മാതിരി കോമാളി വേഷവും കെട്ടിക്കൊണ്ട് മേലാൽ ഇതിനകത്ത് കടക്കരുത്. കിലുക്കമാണെന്ന് ത്വയ് പറയുന്നു. അല്ല. ഇമ്മാതിരി കോമാളി വേഷവും കെട്ടിക്കൊണ്ട് മേലാൽ ഇതിനകത്ത് കടക്കരുത്. ജയൻ കുശലകുമാരി ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് മാത്യൂസ് നാടോടിക്കാറ്റാണെന്ന് പറയുന്നു. നാടോടിക്കാറ്റിൻ്റെവായിട്ട് ബന്ധമുള്ള ഒരു സിനിമയാണ്. മാനയാണ് എന്ന് ആരാണ് പറഞ്ഞത്? സഹല പറയുന്നു മാനയാണെന്ന്. അല്ല, ജീസ് കൈതാരം സ്വർഗത്തിലോ എന്നതാണ് ശരിയായ ഉത്തരം. അതാദ്യം പറഞ്ഞത് ജയൻ കുശലകുമാരിയാണ്. അപ്പോൾ ജയന് 1 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
ആ പാട്ടിൻ്റെ അകത്ത് കോമാളി വേഷവും കെട്ടിക്കൊണ്ട്, കോമാളി വേഷമല്ല, ഒരു അമേരിക്കൻ വേഷവും ഇട്ടുണ്ട്. ദാസനും വിജയനും കൂടെ എംബസിക്കകത്ത് നിന്ന് പൈസ, അവർക്ക് മാസം കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പം അവിടുത്തെ ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറായ നെടുമുടി വേണു അവരോട് പറയുന്നതാണ്, ഇമാതിരി കോമാളി വേഷവും കെട്ടിക്കൊണ്ട് മേലാൽ ഇതിനകത്ത് കിടക്കരുത്. സ്വർഗത്തിനോ നമ്മൾ സ്വപ്നത്തിനോ സങ്കൽപ്പ ഗന്ധർവലോകത്തിനോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദീപരാഗങ്ങളോ ഓ ഓ ഓ ലാ 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 ഓ ഓ ഓ ലാ ലാ ലാ. അടുത്തത് 10ാമത്തെ ചോദ്യം. അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് നില എങ്ങനെയാണെന്ന് വെച്ചാൽ ഫർസാന 2 പോയിന്റ്, ആർഷ മനു 1 പോയിന്റ്, ശ്രീദേവി 1 പോയിന്റ്, അച്ചു വിപിൻ 2 പോയിന്റ്. അപ്പോൾ 1ാം സ്ഥാനത്തിന് വേണ്ടി 2 പേര് തമ്മിലാണ് മത്സരം, ഫർസാനയും അച്ചുവും. അജിത് വള്ളോലിക്കും അജിത് രാജിനും ഓരോ പോയിന്റ് വീതം, ജയൻ കുശലകുമാരിക്ക് 1 പോയിന്റ്. ഇങ്ങനെയാണ്. പവിത്ര പറയുന്നു അതിനിടയ്ക്കുള്ള മറ്റേ ഭാഷാ വരികൾ കൂടി പാടാൻ. എനിക്കറിയാത്. എല്ലാം മനസ്സിലായില്ലേ? എനിക്കും മനസ്സിലായി, കേട്ടാ നിങ്ങൾക്കും മനസ്സിലായി. അപ്പൊ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പൊ അടുത്ത ഡയലോഗ്, 10ാമത്തെ ചോദ്യം കുറച്ച് നീളമുള്ള ഡയലോഗാണ്. മെയിൽ വോയിസും ഫീമെയിൽ വോയിസും മാറി 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 ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതിക്കൊള്ളുക. ഞാൻ ഡയലോഗ് വായിച്ച് പോവുകയാണ്. കുറച്ച് നേരം എടുക്കും അത് പറഞ്ഞു തീർക്കാൻ. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഫീമെയിൽ വോയിസ് വരുമ്പോൾ ഞാൻ ഇടത്ത് കൈയും, മെയിൽ വോയിസ് വരുമ്പോൾ വലത്ത് കൈയും പൊക്കി കാണിക്കുവേ. അപ്പോൾ തുടങ്ങുവാണ്. മെയിൽ വോയിസിലാണ് ഈ ഡയലോഗ് തുടങ്ങുന്നത്. ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ അറിയിച്ചിട്ട് ലോകനാർക്കാവിൽ വെച്ച് കല്യാണം നടത്തിയാൽ മതിയെന്ന അമ്മ പറഞ്ഞത്. അതെന്താ? ഈ തച്ചോളി കുടുംബവും ഞങ്ങളുടെ കുടുംബവുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ട് പോലും. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ചില്ലറ പുടുവൊക്കെ അടിക്കും. എന്നെ കണ്ട തച്ചോളി ഒതേനന്റെ ചായ ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വീട്, ഒരു മോള്, അല്ല മോന, ഏയ് നോ നോ നോ, മോള്, മോന, മോള്, മോൻ, മോള്, അയ്യേ എനിക്ക് മോൻ മതി. എല്ലാവരും സിനിമയുടെ പേര് അടിച്ചു വിടുന്നുണ്ട്. രഞ്ജിത്ത് മാത്യൂസ് പറയുന്നു, അജിത് രാജ് പറയുന്നു അന്തിപ്പൊൻവട്ടം അല്ല, ആഷാ റോസ് ഷൈജു പറയുന്നു അന്തിപ്പൊൻവട്ടം അല്ല. അജിത് രാജ് വന്ദനം എന്ന സിനിമ പറഞ്ഞു, അത് ശരിയാണ്. ജീസ് കൈതാരാം അന്തിപ്പൊൻവട്ടം എന്ന് പറയുന്നു. ഈറൻ അച്ചു വിപിൻ അതിൻ്റെ സ്പെല്ലിങ് ശരിയാക്കാമെങ്കിൽ ഞാൻ പോയിന്റ് തരും, വേഗം ശരിയാക്കണം. ഫർസാന സിനിമ പറയരുതെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാണ്. കവിളിടയിൽ കുങ്കുമം എന്ന് അനിൽ കൃഷ്ണ പറയുന്നു. വന്ദനത്തിന്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് മാത്രം പറയുന്നില്ല. സിൽവി മൈക്കിൾ മാലേയമാണെന്ന് പറയുന്നു, അല്ല. മഹേഷ് ശിവരാമപിള്ള ഈറൻ മേഘം എന്ന് പറയുന്നു. ഈറൻ മേഘം എന്ന പാട്ട് വന്ദനം സിനിമയിലെ പാട്ടല്ല, അത് ചിത്രം സിനിമയിലെയാണ്. ഈണം തേടും എന്ന് ജീസ് കൈതാരം പറയുന്നു. ഈണമല്ല തേടുന്നത്. മഹേഷ് ശിവരാമപിള്ള തീരം തേടും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിപ്പം ഞാൻ മഹേഷ് ശിവരാമപിള്ളയ്ക്കും പിന്നെ ആദ്യം ആരാണ് പറഞ്ഞത്, ഒരു അക്ഷരം തെറ്റിച്ച ഒരാൾ പറഞ്ഞിരുന്നു ആരോ, അവർക്കും ഞാൻ ഓരോ പോയിന്റ് വെച്ച് കൊടുക്കും. അച്ചു വിപിന് ഞാൻ കൊടുക്കുവാണ്, കാരണം ഈണം തേടും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ആർക്ക് പോയിന്റ് കൊടുക്കണം? അച്ചു വിപിൻ ഈണം തേടും എന്ന് എഴുതിയിട്ടുണ്ട്, തീരം തേടുമെന്നാണ്. മഹേഷ് ആണ് ശരിക്കുള്ള പാട്ട് തീരം തേടും പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആർക്ക് കൊടുക്കണം പോയിന്റ്? ഇപ്പോഴും ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ട്. അച്ചു വിപിൻ ഇപ്പോഴാണ് തീരം തേടും എന്ന് പിന്നെയും പറയുന്നത്. ജീസ് കൈതാരം പറയുന്നു, അനിൽ കൃഷ്ണ തീരം തേടും എന്ന് പറയുന്നു. ജയൻ കുശലകുമാരി പറയുന്നു, സഹ്ല ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. പവിത്ര പറയുന്നു അച്ചുവിനും മഹേഷിനും കൊടുക്കാൻ. ഓക്കെ, ഞാൻ 2 പേർക്ക് ഓരോ പോയിന്റ് വെച്ച് കൊടുക്കുവാണേ. അച്ചു വിപിൻ ഇപ്പോൾ 3 പോയിന്റ്, മഹേഷിന് 1 പോയിന്റ്. അപ്പോൾ ഫർസാന 2 പോയിന്റ്, അച്ചു വിപിൻ 3 പോയിന്റ് ഉണ്ട്. ബാക്കി എല്ലാവരും ഓരോ പോയിന്റ് വീതമാണ് നേടിയിരിക്കുന്നത്. ശ്രീദേവി, അജിത്ത്,
അജിത് വള്ളോലി, അജിത് രാജ്, ജയൻ, കുശലകുമാരി, മഹേഷ് എല്ലാവർക്കും ഓരോ പോയിന്റ് വെച്ചിട്ടാണ്. ഞാനൊരു 2-3 ചോദ്യങ്ങൾ കൂടി ചോദിക്കട്ടെ, അതോ 10 ചോദ്യം മതിയോ? അക്ഷരപ്പിശാച് വരുന്നതാണ്, അച്ചുവിന് പോയിന്റ് കൊടുക്കുമെന്ന് തുയി പറയുന്നു. കൊടുത്തു ഞാൻ. ജയശ്രീ നന്നായി പാടുന്നു ഷൈജു പറയുന്നു. താങ്ക് യു ആഷ ചേച്ചി. ഇതിലും അക്ഷരപ്പിശാച് വന്നു. ചോദിക്കൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഞാനൊരു 11ാമത്തെ ചോദ്യം ചോദിക്കുവാണ്. ഈ സിനിമയിലെ പല്ലവി കഴിഞ്ഞിട്ടുള്ള ഒരു 2 ഡയലോഗാണ് ഞാൻ ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് പാട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ഒരു 2 ഡയലോഗുണ്ട്, അതും കൂടെ ഞാൻ പറയാം. ആദ്യം പല്ലവി കഴിഞ്ഞിട്ടുള്ള ഡയലോഗാണ് പറയുന്നത്. മെയിൽ വോയിസിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഡയലോഗ് ഇതാണ്: പ്രാക്ടീസ് ഒന്നുമില്ല. എന്തേ, ലവ് ഫെയിലിയറാ? ഏയ്. ഇത് വെച്ചിട്ട് കിട്ടിയെങ്കിൽ പറയൂ. പുതിയ സിനിമയാണ്, താരതമ്യേന പുതിയ സിനിമയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് കൂടി പറയാം. അപ്പോൾ ഡയലോഗ് ഇതായിരുന്നു, മെയിൽ വോയിസ്: പ്രാക്ടീസ് ഒന്നും ഇല്ലെന്നേ. എന്താ, ലവ് ഫെയിലിയറാ? ഏയ്. പറയാൻ പറ്റാത്തവർക്കും അവസരം കൊടുക്കാൻ. തീർച്ചയായിട്ടും അതിനുള്ള ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിച്ചത്. ഉത്തരം ആർക്കെങ്കിലും അറിയാമോ എന്ന് പറയൂ. അല്ല, ഇനി ഞാൻ അടുത്ത ഡയലോഗും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ അതുകൂടി പറയാം. മലരെ എന്ന് സഹല പറയുന്നു. അല്ല. അതേത് പാട്ട് എത്ര ചോദിക്കുന്നു. അതൊരു പാട്ടാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ അനുപല്ലവി കഴിഞ്ഞിട്ട് ചരണത്തിന് മുമ്പായിട്ട് വരുന്ന ഒരു ഡയലോഗും കൂടെ പറയാം. മെയിൽ വോയിസിലുള്ള ഡയലോഗാണ്. എൻ്റെ കൽബിലെയാണ്. ചുമ്മാ എന്താ പൊട്ടക്കണ്ണൻ മാവേൽ എറിയുന്ന പോലെ എറിയുവാണ്. ഇതൊന്നും അല്ല ഉത്തരം. ക്ലൂ വേണം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇതും കൂടെ. ഓക്കെ, അടുത്ത പല്ലവിക്കും അനുപല്ലവിക്കും ചരണത്തിനും ഇടയ്ക്കുള്ള ഭാഗം കൂടി ഞാൻ പറയാം. ഇതിനപ്പുറം 200 ഏക്കർ സ്ഥലം അച്ചായൻ എനിക്ക് തന്നതാ. ആള് സ്റ്റാൻഫോർഡിലാ, പ്രൊഫസറാ. ആളെ പറ്റിയൊക്കെ വഴിയെ പറയാം. ഇപ്പൊ പിടികിട്ടിയോ ആർക്കെങ്കിലും? ഈ സ്റ്റാൻഫോർഡിലാ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അതായത് ഇതിനപ്പുറം 200 ഏക്കർ സ്ഥലം അച്ചായൻ എനിക്ക് തന്നതാ. ആള് സ്റ്റാൻഫോർഡിലാ, പ്രൊഫസറാ. ആളെ പറ്റിയൊക്കെ പിന്നാലെ പറയാം എന്ന് പറയുന്നു. ബിനു മാത്യു ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പം ഞാൻ പറയാൻ വന്ന ക്ലൂ ഇതായിരുന്നു. അതിനു മുമ്പേ ബിനു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഈ സ്റ്റാൻഫോർഡിലാ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. വോയിസ് സെർച്ച് ചെയ്യാൻ പോയിരിക്കുന്നു എന്ന് സബർജല്ലി തോട്ടമേ അറിയൂ എന്ന് പറയുന്നു. ജിഷ റിജോ പറയുന്നു 18ാം പടി. ശരിയാണ്, 18ാം പടിയിലെ ജയൻ കുശലകുമാരി പറയുന്നു തൂമഞ്ഞ്. ബിനോയാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് ബിനോയ്ക്ക് ഞാൻ പോയിന്റ് കൊടുത്തു. പാട്ടിതാണ്: തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനിയെന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയിൽ. ഇപ്പം എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ട്. ജിഷ രജു, ബിനു മാത്യു ഒക്കെ പറയുന്നുണ്ട്. ബിനു മാത്യു പാടണോ എന്ന് ചോദിക്കുന്നു. വന്ന് പാടാമോ? എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ. എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ടൊന്ന് റിക്വസ്റ്റ് അയക്കാമോ? ഞാൻ 18ാം പടി വരെ കയറിയിട്ടില്ല, അതാണ് ഇത് പവിത്ര പറയുന്നു. ഇതേപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിനുവിന് ഇങ്ങോട്ട് ഈ ലൈവിൻ്റെ താഴെ ജോയിൻ ദ ലിങ്ക് എന്ന് കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് വരാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. എനിക്കിവിടെ ഒന്ന് ആഡ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ. എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ കൂട്ടക്ഷരങ്ങൾ പേജ് ഫോളോ ചെയ്യുന്നവരാണല്ലോ അല്ലേ? അങ്ങനെയുള്ളവരുടെ പേരാണോ ആദ്യം കാണിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല.
അപ്പം റിക്വസ്റ്റ് ചെയ്യൂ. ഞാനപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 11ാമത്തെ ചോദ്യം കഴിഞ്ഞു. 12ാമത്തെ ചോദ്യം. ഓക്കെ, 12ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ലിങ്ക് ഇല്ലാന്ന്. ലിങ്ക് ഉണ്ട്. പവിത്ര ഒന്ന് കമന്റിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാവോ ഇവരെ എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ 12ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. വളരെ ഈസിയായ വളരെ ഫേമസ് ആയ ഒരു ഡയലോഗാണ്. ആദ്യത്തെ പല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ഡയലോഗാണ്. അപ്പോൾ ഡയലോഗ് ഇങ്ങനെയാണ്. മെയിൽ വോയിസിലാണ് തുടങ്ങുന്നത്. സ്റ്റോപ്പ്, നിങ്ങളൊക്കെ ആരാ? കോറസ്, ഞങ്ങൾ ഡാൻസിന് വന്നതാ. ഗ്രൂപ്പ് ഡാൻസ്. ഫീമെയിൽ വോയിസ്, അല്ല പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആകുമല്ലോ, ബാക്കിൽ ഇങ്ങനെ ഡാൻസ്. അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴാണ് 10-35 വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കയറി വന്നോളൂ. നിനക്കൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? വീട്ടിൽ പോടി. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉത്തരം അറിയാം. എല്ലാവരും ചറവറ ഉത്തരം എഴുതി വിടുന്നുണ്ട്. ആദ്യം ആരാണ് എന്ന് ഞാൻ നോക്കാൻ പോവാണ്. മഹേഷ് ശിവരാമുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തെറ്റാണ്. അച്ചു വിപിനാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം. പവിത്ര കൺഫേം ചെയ്യണേ. അച്ചു വിപിൻ, ദിവ്യ ശ്രീകുമാർ, ജീസ് കൈതാരം, ജിഷ റെജോ, അജിത് രാജ്, ഫർസാന നൗഫൽ ഷോ എന്ന് പറയുന്നു. അയാൾ കഥ എഴുതുകയാണ്. ശരിയാണ്. ആഷ ഷൈജു പറയുന്നുണ്ട്. ജയൻ കുശലകുമാരി, കുപ്പിവള എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അയാൾ കഥയിൽ നിന്ന് ബിനോ മാത്യു പറയുന്നു. കുപ്പിവള, ആഷാറോസ് ഷൈജു, അനിൽ കൃഷ്ണ, ജയൻ കുശലകുമാരി, ചറവറ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ശിവരാമപിള്ള കരയൂ, മാനയല്ല കുപ്പിവളയാണ്. അച്ചു വിപിനാണ് ഫസ്റ്റ്. അപ്പോൾ അച്ചു വിപിന് ഞാനൊരു പോയിന്റ് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം. ഇപ്പം ഞാൻ എത്ര ചോദ്യം ചോദിച്ചു? 12 ചോദ്യം ചോദിച്ചില്ലേ? ഞാനൊരു 2 എണ്ണം കൂടെ പെട്ടെന്ന് ചോദിക്കാവേ. എനിക്കൊരു ഇടയ്ക്കൊരു കോള് വന്നതിൻ്റെ ഡിസ്റ്റർബൻസ് പറ്റിയതാണ്. സോറി. എന്നെ ഇപ്പോൾ വിളിക്കുന്ന ആരാണേലും ഒന്ന് കുറച്ച് കഴിഞ്ഞ് വിളിക്കണേ. എന്നെ ഫോണിലല്ല വിളിക്കേണ്ടത്, ഈ ലൈവിലെ ജോയിൻ ദ ലിങ്കിൽ വിളിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. 13ാമത്തെ ചോദ്യം. ഇതാണ് ഡയലോഗ്. 2 മെയിൽ വോയിസ് മാറി മാറി സംസാരിക്കുന്നതാണ്. ഒരു പാട്ടിന്റെ ആദ്യത്തെ പല്ലവി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ആദ്യത്തെ സെന്റൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഒന്ന് നോക്കി നടക്കേണ്ട റസിയ, പെങ്ങളെ, വീടിന്റെ മുന്നിൽ കൂടി വന്നപ്പോൾ നല്ല മട്ടൻ ബിരിയാണിയുടെ മണമടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടി ഒന്ന് വിളിച്ച് സൽക്കരിക്കണേ. അങ്ങോട്ട് ചെന്നാ മതി, അവളുടെ ബാപ്പ നിന്നെ വെട്ടി മട്ടൻ ചാപ്സാക്കും. എന്നാ പിന്നെ വേണ്ട, വാ പോകാം. പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉത്തരങ്ങൾ പറയുക. ചറപറ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. ജീസ് കൈതാരമാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ജീസ് പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ്, ജയൻ കുശലകുമാരി, സഹ്ല, വൈശാഖ് ജയ് എന്ന് താമസിച്ചു പോയെന്ന് തോന്നുന്നു. ജിഷ റെജോ, ഫർസാന, ആഷാറോസ് ഷൈജു, സീന വഹാബ്, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നു. ശരിയാണ്. ജീസിനാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. ഞാനിവിടെ പോയിന്റ് എഴുതി വെച്ചിരിക്കുന്ന ഷീറ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എല്ലാവരും ഓരോരോ പോയിന്റ് നേടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എൻ്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരി, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേരുകാരാ. അപ്പോ 14ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ പോയിന്റ് നില അച്ചു വിപിൻ 4 പോയിന്റ്, ഫർസാന 2 പോയിന്റ്, ബാക്കി ആർഷ, ശ്രീദേവി, അജിത് വള്ളൂലി, അജിത് രാജ്, ജയൻ, മഹേഷ്, ബിനോ, ജീസ് എല്ലാവരും ഓരോ പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ 14ാമത്തെ ചോദ്യം ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ, പെട്ടെന്ന് കേട്ടോണം. ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. കൗണ്ടറുകളുടെ ബഹളമാണ് കമന്റ് ബോക്സിൽ. എല്ലാം വായിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. 14ാമത്തെ ചോദ്യം മെയിൽ വോയിസ്. പോരുന്നോ എൻ്റെ കൂടെ? ഇത് കഴിഞ്ഞിട്ടുള്ള പാട്ട് ഏതാണെന്ന് പറയുക. ചിത്രമല്ല, പാട്ട് ഏതാണെന്ന് പറയുക.
അജിത് രാജ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അച്ചു വിപിൻ, ജീസ് കൈതാരം. എന്ത് ഫേമസ് ആണിത്. ഈ ഡയലോഗ് ജീവിതത്തിൽ എല്ലാവരും ആരോടൊക്കെയോ ഉപയോഗിച്ച ലക്ഷണമുണ്ട്. അതാണ് നല്ല ഓർമ്മ ശക്തി എല്ലാവർക്കും. ജയൻ കുശലകുമാരി, പോരുന്നോ എൻ്റെ കൂടെ, പോന്നോ. ആഷ റോസ് ഷൈജു. അജിത് രാജ് ഞാൻ ആദ്യം പറയുന്നു, സമ്മതിച്ചു. അജിത് രാജിന് ഞാൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആഷ റോസ് ഷൈജു പറയുന്നു. സീന വഹാബ്, നമുക്ക് പറക്കം മുന്തിരിത്തോപ്പുകളാന്ന് പറയുന്നു. അല്ല, ഇത് നമ്മുടെ മാണിക്യൻ കാർത്തുമ്പിയോട് ചോദിച്ച ചോദ്യമാണ്, പോരുന്നോ എൻ്റെ കൂടെ എന്ന്. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനെടി, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നനച്ചിരിപ്പുണ്ടേ. ഇനി ചോദ്യമില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം, നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ എന്ന്. പവിത്രയുടെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും പവിത്രയുടെ കമന്റിന്റെ താഴെ കൊടുക്കുക. എൻ്റെ ഇനിയും ചോദ്യമുണ്ട്. 14 ചോദ്യമായ സ്ഥിതിക്ക് ഞാൻ 15ാമത്തെ ചോദ്യം കൂടെ ചോദിച്ച് നിർത്തുകയാണ്. അപ്പം 15ാമത്തെ ചോദ്യം ഒരു പാട്ടിന്റെ തുടക്കത്തിലുള്ള വരികളാണ്. നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞിട്ട് സമയം പോലെ ഇതിന്റെ കമന്റ് ബോക്സിൽ കൂടെ പോയി വായിക്കണേ. നിങ്ങൾക്ക് ഒരു മണിക്കൂർ ചിരിക്കാനുള്ള വക അവിടെ കമന്റ് ബോക്സിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ അജിത് രാജ് പൂമാനമേ എന്ന് ഉത്തരം പറയുകയാണോ? ഇതെന്ത് കാര്യം? ഞാൻ ചോദ്യം ചോദിച്ചില്ല, ചോദ്യം ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ചോദ്യം ഇതാണ്. മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ പ്രസിദ്ധമായ ഒരു പാട്ടിന് തൊട്ടു മുൻപുള്ള ഡയലോഗാണ് ഇത്. അവസാനത്തെ ചോദ്യമാണ്. നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുക. ഈ ഡയലോഗിൽ 2 വാചകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ആ വാചകം ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ വായിക്കാം. 2ാമത്തെ വാചകമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്ന് നോക്കട്ടെ. ഫീമെയിൽ വോയിസ് ആണ് പറയുന്നത്. വരണം, പിൻമുറ്റത്തേക്കുള്ള വാതിൽ ഞാൻ തുറന്നു വെക്കും. ഏത് പാട്ട്? മനോഹരമായൊരു പാട്ടാണ്. ഫീമെയിൽ വോയിസ് പറയുന്നു, വരണം, പിൻമുറ്റത്തേക്കുള്ള വാതിൽ ഞാൻ തുറന്നു വെക്കും. ആരാണ് ഉത്തരം പറയുക എന്ന് നോക്കട്ടെ. ആർക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ ഡയലോഗ് മുഴുവൻ പറയാവേ. ഇതിന് തൊട്ട് മുമ്പ് ഒരു ഇതുണ്ട്. ഫർസാന, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ജീസ് കൈതാരമാണ് ശരിക്കുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫർസാനയ്ക്കും പോയിന്റ് കൊടുക്കും. കാരണം പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ തെറ്റാണെന്ന് തോന്നുന്നു. ഫർസാനയുടെ ക്വസ്റ്റ്യൻ എനിക്കിപ്പോൾ കമൻറ്റ് എനിക്കിപ്പോൾ കാണാൻ പോലും പറ്റുന്നില്ല. പവിത്ര ഒന്ന് കൺഫേം ചെയ്യണേ. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ ആദ്യം ജീസിനെയാണ് കാണിക്കുന്നത്. അജിത് രാജ് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിനോ മാത്യു ചെമ്പഴുക്ക എന്ന് പറയുന്നത്. ചെമ്പഴുക്ക ആ പാട്ടല്ലേ മഞ്ജുവാരുടെ? അതല്ല, ഇത് വേറെയാണ്. ഗസ്സാണെന്ന് ഫർസാന പറഞ്ഞു. ഫർസാനയുടെ ഉത്തരം ശരിയായിരുന്നു. അത് ചന്ദനലേഖ സുഗന്ധവും ഇന്ദുലേഖയും കൂടെ കൂടി ചന്ദുലേഖ എന്ന് എഴുതിയ മാതിരി ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ജീസിനാണ് ഞാൻ ഇതിന്റെ പോയിന്റ് കൊടുക്കുന്നത് കേട്ടോ. മഞ്ജു പ്രിൻസ് പറയുന്നു ഇന്ദുലേഖ. യാരവൾ എന്ന് പവിത്ര ചോദിക്കുന്നു. ഉണ്ണിയാർച്ചയാണ്, നമ്മുടെ സ്വന്തം ഉണ്ണിയാർച്ച പറഞ്ഞതാണ് എന്ന് MD പറയുന്നു. അച്ചു വിപിൻ ചന്ദനലേപം അല്ല, ചന്ദനലേപം അല്ല, ചന്ദനലേപ സുഗന്ധമാണെന്ന് ജയൻ കുശാലകുമാരിയും പറയുന്നു. അല്ല, ഇന്ദുലേഖയാണ്. പിൻവാതിൽ തുറന്ന് വെക്കും എന്ന് പറയുന്നത് അതടഞ്ഞു തന്നെ കിടന്നോട്ടെ, ഞാൻ പോകുന്നില്ല എന്ന് ത്വയ്ബ് പറയുന്നു. മനോഹരമായ ഒരു പാട്ടാണ്. ഇന്ദുലേഖ കൺതുറന്നു ഇന്നൊരാവും സാന്ദ്രമായി, ഇന്ദ്രജാലം വെള്ളിയുണർത്തി മന്മഥന്റെ തേരിലേറ്റി. ഈ പാട്ടിന് മുമ്പ് മമ്മൂട്ടി ആ മറ്റേ പുഴയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, പുഴയൊക്കെ കടന്ന് വെള്ളക്കുതിരയുടെ മുകളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ആയിട്ട് ഉണ്ണിയാർച്ച മമ്മൂട്ടിയോട് പറയുന്നതാണ് വരണം, പിൻമുറ്റത്തേക്കുള്ള വാതിൽ ഞാൻ തുറന്നു വെക്കും എന്ന്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡയലോഗ് ചന്തുവാങ്ങളെ പറ്റി നനയ്ക്കാത്ത ഒറ്റ നാളില്ല എന്നതാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ആ മുഹൂർത്തത്തിൽ തന്നെ പറയും. അതുകൊണ്ടാണ് അത് പറയാതെ അതിൻ്റെ തൊട്ടടുത്ത പിൻമുറ്റത്തേക്കുള്ള വാതിൽ തുറന്നു വെക്കും എന്ന ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്.
ഫർസാന ചന്ദനലേപ സുഗന്ധമാണ് ഉദ്ദേശിച്ചത് എന്ന് ജീസ് പറയുന്നു. ശരിയാണ്. ആഷ റോസ് ഷൈജു ഇന്ദുലേഖ എന്ന് പറയുന്നു. അച്ചു ബിബിൻ ആരെങ്കിലുമൊക്കെ വാതിൽ തുറന്നിട്ട് അല്ലെങ്കിൽ തന്നെ ചൂടാണെന്ന് പറയുന്നു. ഇന്ദുലേഖ അല്ലാതെ എന്ത് എന്ന് ചോദിക്കുന്നു ജീസ് കൈതാരം. ശരിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അവസാനത്തെ പോയിന്റ് നിലയൊന്ന് വായിച്ചോട്ടെ. ഭാരതപ്പുഴ എന്ന സിനിമയിൽ അല്ല, കുന്തിപ്പുഴയാണെന്ന് വൈശാഖ് പറയുന്നു. കുന്തിപ്പുഴയല്ല, അതുപോലെയുള്ള വേറെ എന്തോ കുമരംപുഴ എന്നോ അങ്ങനെ എന്തോ അല്ലേ. കുമരംപുഴയിൽ കൂടി പോകുന്ന വള്ളക്കാരുടെ ശബ്ദം എനിക്ക് കേൾക്കാം എന്നൊക്കെ ഉണ്ണിയാർച്ച ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് പറയുവാണ്. അച്ചു ബിബിനാണ് ഇന്നത്തെ വിജയി. കൺഗ്രാറ്റുലേഷൻസ്. 4 പോയിന്റ് ഉണ്ട്. ഫർസാനയ്ക്ക് 2 പോയിന്റ്, അജിത് രാജിന് 2 പോയിന്റ്, ജീസ് കൈതാരത്തിന് 2 പോയിന്റ്. ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവർ 3 പേരിൽ ആരാദ്യം ഉത്തരം പറയുന്നു അവർക്ക് 2ാം സ്ഥാനം കൊടുക്കുവേ. 3ാം സ്ഥാനത്തിലൊക്കെ ഇഷ്ടം പോലെ പേര് നിൽപ്പുണ്ട്. ആശ, മനു, ശ്രീദേവി, അജിത് വള്ളോലി, ജയൻ കുശലകുമാരി, മഹേഷ് ശിവരാമപിള്ള, ബിനു മാത്യൂസ് ഒക്കെ നിൽപ്പുണ്ട്. അപ്പം 3ാം സ്ഥാനത്തിന് വേണ്ടി ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ഇല്ല. 2ാം സ്ഥാനത്തിന് വേണ്ടി ഞാനൊരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ പറയാം. ഫർസാന, അജിത് രാജ്, ജീസ് കൈതാരം, നിങ്ങൾ 3 പേരിൽ ആര് ഇതിന്റെ ഉത്തരം ആദ്യം പറയുന്നു അവർക്ക് സമ്മാനം കൊടുക്കും. 2ാം സ്ഥാനമേ. അപ്പോൾ ചോദ്യം ഇതാണ്. ഒരു അടിച്ചുപൊളി പാട്ട് പാടടാ മോനെ. ഏത് പാട്ടാണ് എന്ന് വേഗം പറയുക. ആരാദ്യം പറയും നോക്കട്ടെ. ഒരു അടിച്ചുപൊളി പാട്ട് പാടടാ മോനെ. ക്ലൂ വേണമെങ്കിൽ പറയണേ. പുലരിക്കിണ്ണം എന്ന് ജീസ് കൈതാരം പറയുന്നു. ഫർസാനയുടെ ഉത്തരമാണ് ശരി. പ്രായം നമ്മിൽ. അപ്പൊ ഫർസാനയ്ക്ക് 2ാം സ്ഥാനം എന്നും ജീസിനും അജിത് രാജിനും 3ാം സ്ഥാനമെന്നും അനൗൺസ് ചെയ്യുന്നു. ജയചന്ദ്രൻ പാടിയ നിറം സിനിമയിലെ മനോഹരമായ പാട്ടാണ്. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും മീറത്നണ്ടിൽ, കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കുമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനി, കൂടെയാടും ചോളമയിലേ, ഒന്നു പാടൂ നാട്ടുമൈനി, കൂടെയാടും ചോളമയിലേ. നല്ല പാട്ടല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വന്നവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും നന്ദി. ഒത്തിരി പേര് ഉത്തരങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആരാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ വാങ്ങിക്കുക എന്ന് സംശയം തോന്നുന്ന രീതിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 10 പേർക്കോളം പോയിന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്താം. നാളെ ഇതുപോലെ രസകരമായ മറ്റൊരു ലൈവുമായി കൃത്യം 12 മണിക്ക് കാണാം. താമസിച്ച് വരുന്നവരൊക്കെ കൃത്യം 12 മണിക്ക് തന്നെ വരാൻ ശ്രമിക്കും. ഞങ്ങൾ കൃത്യം 12 മണിക്ക് തുടങ്ങും. അപ്പോൾ നാളെ കാണാം.